കൂട്ടുകാരെ, ഹൈ പ്രൈസ് ലോർഡ്. നമ്മളിപ്പോൾ യോസഫിനോട് കൂടെയുള്ള ഒരു യാത്രയിലാണല്ലോ. പാടാം. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. മരുഭൂമികളിലോ പൊട്ടക്കിണറ്റിലോ അഗ്നിച്ചുളയിലും ആരാധിക്കും. മരുഭൂമികളിലോ പൊട്ടക്കിണറ്റിലോ അഗ്നിച്ചുളയിലും ആരാധിക്കും. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. പറിച്ചേറിപ്പോയാലും പണിതെടുക്കും, കുണ്ടറയിലിട്ടാലും പുറത്തെടുക്കും. പറിച്ചു കീറിപ്പോയാലും പണിതെടുക്കും, കുണ്ടറയിലിട്ടാലും പുറത്തെടുക്കും. ഉന്നതനോടൊന്നിച്ചു ഉയർന്നിരിക്കാം, ഒന്നുടച്ചു പൊടിച്ചു കുഴച്ചെടുത്തിടുമേ. ഉന്നതനോടൊന്നിച്ചു ഉയർന്നിരിപ്പാൻ ഒന്നുടച്ചൊടിച്ചു കുഴച്ചെടുത്തിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. ഇന്നലെ കാണുന്നു ഞാൻ പ്രിയനരികെ, വൻക്രിയകൾ ഏറ്റെടുത്ത് നിവർത്തിച്ചിടും. ഇന്നലെ കാണുന്നു ഞാൻ പ്രിയനരികെ, വൻക്രിയകൾ ഏറ്റെടുത്ത് നിവർത്തിച്ചിടും. വീണ്ടെടുത്ത നാഥന് പ്രയോജനമാ ഇനിയെന്നും വാനുഭൂവിൽ വാണിടുമേ. വീണ്ടെടുത്ത നാഥന് പ്രയോജനമാ ഇനിയെന്നും വാനുഭൂവിൽ വാണിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. മരുഭൂമികളിലോ പൊട്ടക്കിണറ്റിലോ അഗ്നിച്ചുളയിലും ആരാധിക്കും. മരുഭൂമികളിലോ പൊട്ടക്കിണറ്റിലോ അഗ്നിച്ചുളയിലും ആരാധിക്കും. ദൈവത്തിൻ സ്നേഹം കാട്ടിലും വീട്ടിലും പാടിടുമേ, സ്തുതിച്ചാർത്തിടുമേ. കൂട്ടുകാരെ, യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു അല്ലേ? എന്നാൽ മൂത്ത സഹോദരനായ രൂപൻ ഇക്കാര്യം അറിയാതെ കുഴിയുടെ അടുക്കൽ, ആ പൊട്ടക്കിണറ്റിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടു തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും എന്ത് ചെയ്തു? ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കി രക്തത്തിൽ മുക്കി അവർ എന്ത് ചെയ്തു? അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. യാക്കോബ് ആ അങ്കി തിരിച്ചറിഞ്ഞു. ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിച്ചു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. മകനെ, മകനെ, യോസഫേ, എൻ്റെ പ്രിയ മകനെ എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. പുത്രന്മാരൊക്കെ അവനെ ആശ്വസിപ്പാൻ വന്നുവെങ്കിലും അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ എൻ്റെ മരണം വരെ ഞാൻ അവനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കുന്നോ? യാക്കോബ് തൻ്റെ ജീവിതകാലത്ത് പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം വഞ്ചിച്ചെടുത്ത വ്യക്തിയായിരുന്നു അല്ലേ? അതുകൂടാതെ പിതാവിൻ്റെ അരികിൽ ചെന്ന് ഏശാവിൻ്റെ രൂപത്തിൽ ചെന്ന് ആ അനുഗ്രഹത്തെ തട്ടിയെടുത്തു. ജ്യേഷ്ഠനെയും പിതാവിനെയും വഞ്ചിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ ഇതാ മക്കൾ തന്നെ വഞ്ചിക്കുകയാണ്.
താൻ വലിയ ദുഃഖത്തിലായിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു ഒരു മനഃപ്പാഠമായിട്ട് നാം കുറിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്നും ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ യോസഫിനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കൃതാർത്ഥനായി തീർന്നു. ആ യജമാൻ്റെ വീട്ടിൽ അവൻ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ സാധിപ്പിക്കുന്നു എന്ന് ആര് കണ്ടു? ഈ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായിട്ട് ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അവനെ ഗൃഹവിചാരകനാക്കി എന്ന് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രൈമിനെ ആ വീട്ടിനെ വളരെ അനുഗ്രഹിച്ചു. മാത്രമല്ല വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. തനിക്കുള്ളതൊക്കെയും എന്ത് ചെയ്തു? ഈ പോത്തിഫർ യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് ആ യജമാനൻ്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു പതിച്ചു. തെറ്റ് ചെയ്യുവാൻ യോസഫിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ യോസഫ് പറയുന്നു, മഹാദോഷം പ്രവചിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് യോസഫ് ഒഴിയുന്നു. എന്നാൽ അവൾ ദിനംപ്രതി യോസഫിനോട് പറഞ്ഞിട്ടും അവളുടെ അരികെ ഇരിപ്പാൻ പോലും തുനിഞ്ഞില്ല. ഒരു ദിവസം അവൻ ജോലി ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ആരും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അവൾ എന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രം പിടിച്ചു. എന്നോട് കൂടെ കിടക്ക എന്നവൾ പറഞ്ഞെന്നാൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യം യോസഫ് ചെയ്തു. എന്താണത്? തൻ്റെ വസ്ത്രം വിട്ടേച്ച് പുറത്തേക്ക് അവൻ ഓടിക്കളഞ്ഞു. എന്നാൽ അവൾക്ക് കോപമുണ്ടായി. ഒരു അടിമ അനുസരിക്കാതെ അവൾ പ്രതികാരം ചെയ്തു. പോത്തിഫറിൻ്റെ ഭാര്യ നിലവിളിച്ചു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പലരും ഉണ്ടായിരുന്നു. അവൾ എന്താണ് കുഴപ്പമെന്ന് അറിയാനായിട്ട് ഓടി വന്നു. അവൾ യോസഫിൻ്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, ഒരു ചെറുപ്പക്കാരനായ അടിമ എൻ്റെ കൂടെ കിടക്കാൻ ശ്രമിച്ചു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ്റെ വസ്ത്രം ഇട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. പോത്തിഫർ വരുന്നതുവരെ അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചു. അതേ കള്ളൻ തന്നെ പോത്തിഫറിനോട് പറയുകയും വസ്ത്രം കാണിക്കുകയും ചെയ്തു. പോത്തിഫർ കോപം കൊണ്ട് ജ്വലിച്ചു. യോസഫിനെ തടവാർ കിടക്കുന്ന ആ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടിടാൻ കൽപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, വചനം പറയുന്നു സങ്കീർത്തനത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രലോഭനങ്ങളോട് നോ പറഞ്ഞ് ജീവിക്കുക കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യമാണത്. കർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പാപമാണ്. എന്നാൽ ദൈവശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം അതിന് വലിയ വിജയം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇന്നത്തെ വാക്യം യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ 4:4. ഗോഡ് ബ്ലെസ് യു.